നമസ്കാരം. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുകയും ഏഷ്യൻ മാർക്കറ്റിലുടനീളം സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയും ചെയ്തതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിലായിരുന്നു ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി 0.14% ഇടിഞ്ഞ് 23,618 ക്ലോസിംഗ് നൽകി. ഇറാനെതിരെയുള്ള അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധം താൽക്കാലികമായി നീക്കുമെന്നും ഇറാനെതിരെയുള്ള സൈനിക നടപടി താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ്മെന്റ് നൽകി. 24 മണിക്കൂറിനകം അമേരിക്കൻ പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും പിൻവാങ്ങുകയും ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടി പുനരാരംഭിച്ചേക്കുമെന്ന് സൂചന നൽകുകയും ചെയ്തതോടുകൂടി ഏഷ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ജപ്പാന്റെ ഇൻഡെക്സ് 1%, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.52%, സൗത്ത് കൊറിയൻ സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 2%-ലേറെയും ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ബോണ്ട് ഈൽഡ് ഉയർന്നതും ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചതും മൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. S&P 0.67%, നാസ്ഡാക്ക് 0.61% ഇടിഞ്ഞു. യുദ്ധത്തെക്കുറിച്ചുള്ള അസ്ഥിരത നിലനിൽക്കുന്നതുകൊണ്ട് ബ്രന്റ് ക്രൂഡിന്റെ വില $111 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കാത്തതുകൊണ്ട് ഇൻഫ്ലേഷണറി പ്രഷർ ഉയരുമെന്ന് ഒട്ടുമിക്ക സാമ്പത്തിക സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷണറി പ്രഷറും ബോണ്ട് മാർക്കറ്റിന്റെ ഈൽഡ് വർധനവും മൂലമാണ് ഒട്ടുമിക്ക മാർക്കറ്റുകളും അണ്ടർ പെർഫോം ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ മനസ്സിലാക്കാം. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്, അപ്പോളോ ഹോസ്പിറ്റൽ, അരവിന്ദ് സ്മാർട്ട് സ്പേസ്, ഗെയർവെയർ ടെക്നിക്കൽ ഫൈബർ, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഹണിവെൽ ഓട്ടോമേഷൻ, IOL കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, JK ലക്ഷ്മി സിമെന്റ്, ജുബിലന്റ് ഫുഡ് വർക്ക്, മെഡ് പ്ലസ് ഹെൽത്ത് സർവീസ്, മെട്രോ ബ്രാൻഡ്, മോസ്റ്റിപ് ടെക്നോളജി, സംവർധന മദർസൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, സ്വാതി ഗ്രീൻ എനർജി തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും പ്രതീക്ഷിക്കാം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് PNC ഇൻഫ്രാടെക് ആണ്. PNC ഇൻഫ്രാടെക്കിന്റെ റവന്യൂ 5% ഇടിഞ്ഞു, എബിറ്റ 23% ഇടിഞ്ഞു, എബിറ്റ മാർജിൻ 21%-ൽ നിന്നും 17%-ലേക്ക് ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 1,704 കോടിയിൽ നിന്നും 1,617 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 43% വർദ്ധിച്ച് 76 കോടിയിൽ നിന്നും 108 കോടിയിലേക്ക് എത്തി. പ്രിൻസ് പൈപ്പിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 131% വർധനവുണ്ടായി. 24 കോടിയിൽ നിന്നും 56 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. അതേസമയം റവന്യൂ 18% വർദ്ധിച്ച് 720 കോടിയിൽ നിന്നും 880 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 100% വർദ്ധിച്ച് 54 കോടിയിൽ നിന്നും 109 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ട്രൈഡന്റ് ആണ്. ട്രൈഡന്റിന്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. റവന്യൂ 12% ഇടിഞ്ഞു, എബിറ്റ 2% ഇടിഞ്ഞു, എബിറ്റ മാർജിൻ 14.8-ൽ നിന്നും 13.3-ലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 23% ഇടിഞ്ഞ് 133 കോടിയിൽ നിന്നും 102 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഗോദാവരി പവറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 9% വർദ്ധിച്ചു, എബിറ്റ 37% വർദ്ധിച്ചു, എബിറ്റ മാർജിൻ 27%-ൽ നിന്നും 21%-ലേക്ക് കറക്റ്റ് ആയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 221 കോടിയിൽ നിന്നും 280 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. ASK ഓട്ടോമോട്ടീവിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 35% വർദ്ധിച്ച് 880 കോടിയിൽ നിന്നും 1,147 കോടിയിലേക്ക് എത്തി. എബിറ്റ 28% വർദ്ധിച്ച് 108 കോടിയിൽ നിന്ന് 133 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 12%-ൽ നിന്നും 11.6%-ലേക്ക് എത്തുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് മാൻകൈൻഡ് ഫാർമയാണ്. മാൻകൈൻഡ് ഫാർമയുടെ റവന്യൂ 11.8% വർദ്ധിച്ച് 3,079 കോടിയിൽ നിന്നും 3,443 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 36.1% വർദ്ധിച്ച് 683 കോടിയിൽ നിന്നും 930 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 31% വർദ്ധിച്ച് 421 കോടിയിൽ നിന്നും 554 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഓട്ടോമോട്ടീവ് ആക്സൽസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 18.7% വർദ്ധിച്ച് 560 കോടിയിൽ നിന്നും 664 കോടിയിലേക്ക് എത്തി. എബിറ്റ 23% വർദ്ധിച്ച് 62 കോടിയിൽ നിന്നും 771 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 17.4% വർദ്ധിച്ച് 45 കോടിയിൽ നിന്നും 53 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനി 32 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഹിന്ദ് വെയർ ഹോം ഇന്നോവേഷന്റെ റവന്യൂ 5% ഇടിഞ്ഞപ്പോൾ നെറ്റ് ലോസ് 31 കോടിയിൽ നിന്നും
19 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. എബിറ്റ് 8.2% വർദ്ധിച്ച് 40 കോടിയിൽ നിന്നും 44 കോടിയായി മാറി. 6.7%-നടുത്തുള്ള മാർജിൻ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 3% വർദ്ധിച്ച് 607 കോടിയിൽ നിന്നും 625 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 97 കോടിയിൽ നിന്നും 117 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 8.6% വർദ്ധിച്ച് 120 കോടിയിൽ നിന്നും 130 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ മാർജിൻ 19.7%-ൽ നിന്നും 20.8%-ലേക്ക് ഉയർന്നു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ITC ഹോട്ടൽ. ITC ഹോട്ടൽ സൂരി ഹോട്ടൽ ആൻഡ് റിസോർട്ടിൻ്റെ 100%-ഓളം സ്റ്റേക്കുകൾ 205 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അതുകൊണ്ട് ITC ഹോട്ടൽ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. രണ്ടാമത്തേത് വിപ്രോ മൈൻസ്പ്രിൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വിപ്രോയെ ശ്രദ്ധിക്കാം. ഭാരതി എയർടെൽ പ്രയോറിറ്റി പോസ്റ്റ് പെയ്ഡ് എന്ന പേരിൽ 5G സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. JSW എനർജി തോഷിബ JSW പവറിൻ്റെ 10.7% സ്റ്റേക്കുകൾ 180 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ഗോഡ്ഫ്രൈ ഫിലിപ്സിൻ്റെ ആന്ധ്രാപ്രദേശിലുള്ള ഫാക്ടറിയിൽ നടന്ന ഫയർ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് 100 കോടി രൂപയുടെ അഡ്ഹോക്ക് ഇൻഷുറൻസ് എമൗണ്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഡിഫൻസ് സെക്ടറിലെ നൈബ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. സൂര്യാസ്ത്ര ലോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൻ്റെ ടെസ്റ്റ് ഫയറിംഗ് സക്സസ്ഫുൾ ആയതിനെ തുടർന്ന് നൈബ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. യുണൈറ്റഡ് ബ്രൈവറീസ് ഹെൻകൻ സിൽവർ എന്ന പേരിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതുകൊണ്ട് യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ബ്ലൂ സ്റ്റാർ എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ബ്ലൂ സ്റ്റാർ ഖത്തറിൻ്റെ 51%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.